അപ്പോൾ മൂന്നാമത് തവണ ഇനിയിപ്പോൾ അതിലൊരു കൺഫർമേഷന്റെ ആവശ്യമില്ല. ഇനി എന്താണ് അവിടെ ഉള്ളത് എന്നത് മാത്രമാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് ഏതൊക്കെ തലത്തിൽ എത്ര ആഴത്തിൽ തെരച്ചിൽ നടത്തേണ്ടി വരും, എന്തൊക്കെ മാറ്റേണ്ടി വരും, എത്ര സമയം നീണ്ടു നിൽക്കേണ്ടി വരും എന്നും അറിയില്ല. പക്ഷേ ഒരു തെരച്ചിലിന് സജ്ജമായി ഉള്ള പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചൂരൽമലയിലേക്ക് പോയ രക്ഷാപ്രവർത്തകര്, ദൗത്യ സംഘാംഗങ്ങളൊക്കെ ഇപ്പോൾ മടങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ഈ തെരച്ചിലിന് വീണ്ടും സജ്ജരായി നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വിജയകുമാർ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശമുള്ളതുകൊണ്ട് വരുന്നതാണോ, അതോ ഈ സിഗ്നലിൽ രാത്രി പരിശോധനയിൽ സന്നാഹങ്ങൾ എത്തി പരിശോധിച്ചാൽ എന്തോ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വരുന്നതാണോ ആ സന്നാഹങ്ങൾ കൊണ്ട് കേന്ദ്രീകരിക്കുന്നത്? വിജയകുമാർ, ഉന്നത തലത്തിൽ ഉള്ള തീരുമാനത്തിനെ തുടർന്നാണ് ആ പരിശോധന എന്ന് തന്നെയാണ് ഹാഷ്മി ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേവലം ഒരു എന്തെങ്കിലും ഒരു വളരെ ഗൗരവത്തിലുള്ള തീരുമാനം അതിലുണ്ടായിട്ടുണ്ട്. ആ ഗൗരവത്തിലുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ താഴേന്ന് ഞാൻ മുകളിലേക്ക് ഇവിടെ കയറി വരുമ്പോൾ സംയുക്ത പരിശോധന എന്നാണ് NDRF പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങളെയും കൊണ്ടുവന്ന് എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരിശോധന നടത്തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അപ്പോൾ ഉന്നത തീരുമാനം എന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ ഉണ്ട്. രാത്രിയിലും പരിശോധന തുടരുക എന്നതിൽ നേരത്തെ ഈ പരിശോധന രാത്രിയിൽ നടത്താറുള്ളതല്ല. അപ്പോൾ ഈ രാത്രിയിൽ ആ പരിശോധനയ്ക്ക് തീരുമാനമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെ ആവാനാണ് സാധ്യത. അത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അതിൽ നിർണായകമായിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. ഇവിടെ ഒരു ജീവന്റെ കണിക അവശേഷിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷെ അതിനുശേഷവും അതിൽ തെരച്ചിൽ നടത്താൻ കഴിയാതെ വരുന്നു. ആ സംഘം മടങ്ങുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും അവരെ തിരികെ വിളിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തമായ നീക്കം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തു തന്നെയായാലും അതിന് അതിലൊരു വ്യക്തത വരുത്തി പോയേ മതിയാവൂ. ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തി അതിലൊരു ഉറപ്പ് വരുത്തുക എന്നത് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് അനിവാര്യവുമാണ്. അതിന്റെ സാഹചര്യം ഒരുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുന്നു. നേരത്തെ എന്താണോ ഇവിടെ ഉണ്ടായിരുന്നു അതിന് സമാനമായി ആളുകളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ആ സമയത്ത് കൂടുതൽ വാഹനങ്ങളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ്, NDRF, അതുപോലെ രക്ഷാപ്രവർത്തകര്, പിന്നെ ഒരു JCB അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഈ തരത്തിൽ വളരെ വേഗം തുടങ്ങാനുള്ള തീരുമാനത്തിൽ ഭാഗമായി തന്നെയാണ്. പ്രേക്ഷകർ കാണുന്നത് അസ്കാലൈറ്റ് ആണ്. ക്യാമറ പോയി എന്ന് പറഞ്ഞാൽ ഒരു നീളം ലൈറ്റ് പ്രേക്ഷകർ കൊണ്ടിരുന്നു. അസ്കാലൈറ്റ് ആണ്. അസ്കാലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ടവർ ആണ്. വലിയ പവർഫുൾ ലൈറ്റ് ആണ്. അവ എല്ലാവിധ സജ്ജീകരണങ്ങളും അങ്ങോട്ട് എത്തുകയാണ്. വിജയകുമാർ, തുടർന്നോളൂ. ഞാൻ അസ്കാലൈറ്റ് എന്താണെന്ന് പ്രേക്ഷകരോട് പറയായിരുന്നു. അസ്കാലൈറ്റ് എത്തിയിട്ടുള്ള കാര്യം പറയായിരുന്നു. ഹാഷ്മി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ലൈറ്റുകൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇന്ന് പകലെങ്ങനെയാണോ തെരച്ചിൽ നടന്നത് അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ തെരച്ചിൽ നടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഉന്നത ആർമിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ വിവിധ സേനാ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇവിടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നതിന് തടസ്സമാകുന്നത് ഇവിടുത്തെ മോശം സാഹചര്യമാണ്. ആകെ ചെളിയാണ്. അങ്ങോട്ടേക്ക് എത്തിപ്പെടുക പ്രയാസമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യ സംഘം ഇവിടേക്ക് എത്തുകയും ഇത്തരത്തിലിന് മുൻകൈയെടുക്കുകയും ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർമി ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ നേതൃത്വത്തിൽ അവർ തെരച്ചിൽ അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. നേരത്തെ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അവിടെ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് വന്നിരുന്നു. അവര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ജോലിക്ക് സജ്ജരാവുകയാണ്. അവർ JCB കൂടി വരാനുണ്ട്. അത് ഞാനിങ്ങോട്ട് വരുന്ന വഴി താഴെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശം അതിന് ലഭിച്ചിരുന്നു. അത് ഇവിടേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അതും ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പകലുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും രാത്രിയിൽ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റിന്റെ ഒക്കെ കൂടുതൽ ലൈറ്റ്, ഇപ്പോൾ കൂടുതൽ ജനറേറ്റർ വേണമെന്ന നിർദ്ദേശം താഴേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനറേറ്റർ കൂടി മുകളിലേക്ക് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് വന്നിട്ടുണ്ട്. JCB ഞങ്ങൾ നിൽക്കുന്നത്
അതിന് തൊട്ട് പിറകിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അത് ദൃശ്യങ്ങളിൽ അതുകൂടി കാണാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ തൊട്ട് പിറകിലാണ്. അത് താഴേക്ക് ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് പോയതാണ് ആ JCB ഒക്കെ. അതൊക്കെ ഇപ്പോൾ തിരികെ വരികയാണ്. അതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുകൂടി ഈ ദൗത്യ മേഖലയിലേക്ക് കടന്നു വരുന്നു. അതിന് നല്ല വെളിച്ചം അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അതുകൂടി എത്തുമ്പോഴേക്കും കുറെ കൂടി വെളിച്ചം ഈ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അത് ഈ ദൗത്യ മേഖലയിലേക്ക് വരികയാണ്. മണ്ണുമാന്തി യന്ത്രം വലിയൊരു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം തന്നെയാണ് വരുന്നത്. അതും ദൗത്യ മേഖലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പകലെങ്ങനെയാണോ ഇവിടെ ദൗത്യം തുടങ്ങിയത്, അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണോ, അത് അവസാനിപ്പിച്ച സമയത്തേതുപോലെ തന്നെ വീണ്ടും സാഹചര്യങ്ങൾ മാറുകയാണ്. ഇവിടെ വലിയ തിരക്കുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരൊക്കെ എത്തുന്നതിന്റെ ഭാഗമായി തിരക്കുണ്ട്. അവരുടെ ഇടയിലൂടെ ഈ JCB ഈ ദൗത്യ മേഖലയിലേക്ക്, ദൗത്യ കേന്ദ്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ അല്പസമയത്തിനകം അതിന്റെ ജോലി തുടങ്ങും. അപ്പോൾ ഏത് സമയത്തും നമുക്ക്, അതായത് ഇതിലൊരു ക്ലാരിറ്റി വരുത്തി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഹാഷ്മി എനിക്ക് തോന്നുന്നത്. ഈ ദൃശ്യങ്ങളിൽ ആ JCB വരുന്നത് കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ NDRF അടക്കം മറ്റു സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ ദൗത്യത്തിന് തയ്യാറായ ആളുകളുണ്ട്. ആർമി ഉദ്യോഗസ്ഥരെയും ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ ആളുകൾ ഈ ദൗത്യ മേഖലയിലേക്ക് വരികയാണ്. ഉദ്യോഗസ്ഥർ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന, ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന കൂടുതൽ ആളുകൾ അവിടേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ 2 ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ, ഈ ദൗത്യ മേഖലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു നേർചിത്രം ദൃശ്യങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ മേഖല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിൽ, അതായത് ഈ രണ്ട് കെട്ടിടങ്ങൾക്കിടയിൽ അവിടെ തെരച്ചിലിന് കളമൊരുങ്ങുന്നുണ്ട്. അതിന് അവിടെ വഴിയൊരുങ്ങുകയാണ്. അവിടെ നേരത്തെ ഇത് ഈ ഭാഗത്ത് കുറെ അധികം മൺകൂമ്പാരം മാത്രമാണ്, ചെളി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് പകലൊക്കെയുള്ള ദൗത്യത്തിനിടയിൽ അത് കുറെയൊക്കെ വഴഞ്ഞു മാറ്റി ഒരു വഴി എന്ന മട്ടിലൊക്കെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് കരുതാൻ കഴിയില്ല. പക്ഷെ അത് ഈ ഘട്ടത്തിൽ അതിന് തടസ്സമാകുന്നില്ല. വന്ന വഴിയിലൂടെ തന്നെ ഈ ദൗത്യ മേഖലയിലേക്ക് JCB എത്തുന്നുണ്ട്. എന്താണ് വിജയകുമാർ, ഇത്രത്തോളം സന്നാഹങ്ങൾ, അസ്കാലൈറ്റ് എത്തിക്കുന്നു, JCB എത്തിക്കുന്നു, ആംബുലൻസുകൾ വേണമെങ്കിൽ എത്തിക്കാൻ കഴിയും. ഇത്രത്തോളം സന്നാഹങ്ങൾ അവിടെ സ്വരുക്കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 4-ാം നാൾ മണ്ണിനടിയിൽ കാണുന്ന ജീവസാന്നിധ്യം എന്താണ് എന്ന് ഉറപ്പിച്ച് ഈ സംഘം മടങ്ങൂ എന്ന് തന്നെയല്ലേ വിജയകുമാർ? കാശ്മീർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഒരു തവണയല്ല 3 തവണ ഒരേ സ്പോട്ടിൽ നിന്ന് ഒരേ ലെങ്തിൽ ഉള്ള ഒരു സിഗ്നലാണ് കിട്ടിയത്. അത് നിസ്സാരമല്ല. അത് നൽകുന്ന സൂചന ചെറുതുമല്ല. നമ്മളെ സംബന്ധിച്ച് 4 ദിവസം അല്ല 5 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. 5 ദിവസം മണ്ണിനടിയിൽ നിന്ന് ഒരു നിശ്വാസത്തിന്റെ സൂചന എന്ന് വെച്ചാൽ ഒരു ജീവന്റെ സൂചന പുറത്തേക്ക് വരികയാണ്. അത് അതിതീവ്ര റഡാറിലൂടെയാണ് അത് കണ്ടെത്തുന്നത്. അത് റഡാറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അക്യുറേറ്റ് ആയ റിസൾട്ട് നൽകാൻ കഴിയുന്ന റഡാറാണ്. അതിനെ ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. അതൊരു വലിയ എന്ന് വെച്ചാൽ മനുഷ്യനോ അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ എന്തെങ്കിലും ഒരു ജീവിയുടെയോ വിശ്വാസം തന്നെയാണ് അതിലുള്ളത്. അതുകൊണ്ട് അതിൽ പരിശോധന നടത്തിയല്ലാതെ അതിലൊരു സ്ഥിരീകരണം സാധ്യമല്ല. അപ്പോൾ അത് പരിശോധന നടത്താതെ പോവുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം ചോദ്യങ്ങൾ ഉയരുന്ന മനുഷ്യത്വരഹിതമായ ഒരു സമീപനം തന്നെയാണ്. അപ്പോൾ ഒരു ജീവൻ ഈ മണ്ണിനടിയിലുണ്ട്, അതിപ്പോഴും ശ്വാസമെടുക്കുന്നുണ്ട്, അതിപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നടത്തിയ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയെങ്കിൽ അതിന്റെ പരിശോധനാ ഫലത്തിന് കാത്തിരുന്നേ മതിയാവും. അത് കണ്ടെത്തിയേ പോകാൻ പറ്റൂ. അപ്പോൾ അത് കണ്ടെത്തുക എന്നതിന്റെ ദൗത്യത്തിന്റെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഏജൻസികളൊക്കെ സംയുക്തമായി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന് സജ്ജമാകുന്ന ഈ ദൗത്യ മേഖല തന്നെയാണ്. റഡാർ പരിശോധന ഉറപ്പായും നമ്മൾ ശ്വാസമടക്കി തന്നെ കാത്തിരിക്കുകയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷയും ആഗ്രഹവുമാണ് അതിനകത്ത് ഒരു ജീവിക്കുന്ന മനുഷ്യനുണ്ടാവണേ എന്ന് നമ്മുടെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ കാണുന്ന 52,000-ലധികം ആളുകൾ, അതല്ലാതെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ
ഒരേ ഒരു പ്രാർത്ഥനയാണ്, അത് കിട്ടണേ, ഒരു ജീവനായിരിക്കണേ എന്ന പ്രാർത്ഥന അവിടെ ഉണ്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത്രത്തോളം ഹതാശമായ വാർത്തകൾ കാണുന്ന 4 ദിവസങ്ങൾക്കൊടുവിലാണ് പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം പോലെ ഒരു ശക്തമായ സിഗ്നലാണ് എന്ന് ഈ കമ്പനി പറയുന്നതും അതിൽ എല്ലാ സന്നാഹങ്ങളും കേന്ദ്രീകരിച്ചുള്ള തുടർ പരിശോധന നടക്കുന്നത്. എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നത് മാത്രമേ അറിയാത്തതുള്ളൂ. സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുകയാണ്. സുർജിത്ത്, എല്ലാ സംവിധാനങ്ങളും വരികയാണ്. അസ്കാലൈറ്റ് വരുന്നു, JCB വരുന്നു, ആംബുലൻസ് വരുന്നു, ആർമിയുടെ കൂടുതൽ സംഘങ്ങൾ വരുന്നു. ചൂരൽമലയിൽ ഉണ്ടായിരുന്ന സകല മെക്കാനിസവും ഇങ്ങോട്ടേക്ക്, സകല മെഷീനറീസും ഇങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അങ്ങനെ എല്ലാം കൂടി ഒരു കൂട്ടമായി നിന്ന് അവിടെ വീണ്ടും പരിശോധന തുടരുമ്പോൾ പ്രതീക്ഷകൾക്കും ബലം വെക്കുകയാണ് സുർജിത്ത്. തീർച്ചയായും ഇത് പ്രതീക്ഷകൾക്ക് ബലം വയ്ക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്ന കാഴ്ചകൾ. എന്താണ് ആ ജീവന്റെ തുടിപ്പ്? ആ 0.65 എന്നുള്ള ആ ഒരു സിഗ്നൽ റേഷ്യോ, ബ്ലൂ സിഗ്നൽ. അങ്ങനെയെങ്കിൽ ആ ബ്ലൂ സിഗ്നൽ എന്താണ്? അത് ഒരു ബ്രീത്തിങ് സിഗ്നൽ എന്ന് പറയുന്നു. സ്വാഭാവികമായും അത് എന്തിന്റെ ബ്രീത്ത് ആണ്, എന്തിന്റെ ശ്വാസമാണ് എന്ന് വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. താഴേക്ക് പോയ എല്ലാ സംവിധാനവും തിരിച്ചു വന്നിരിക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ചൂരൽമലയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു, പിന്നാലെ മറ്റ് ഈ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചു. അത്തരത്തിൽ സർവ്വസന്നാഹത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലിലേക്ക് കടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകൾ ലഭിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഈ 7 മീറ്റർ ചുറ്റളവിൽ ആണ് ഇതിന്റെ ഒരു സിഗ്നൽ റേഷ്യോ കിട്ടിയതെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബ്ലൂ സിഗ്നൽ പ്രത്യാശയുടെ സിഗ്നൽ ആകുമോ എന്ന് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. 2 പേരെ ഇവിടെ കാണാനില്ല. യൂനസിന്റെ പിതാവിനെയും സഹോദരനെയുമാണ് കാണാതായത്. അവരുടെ വീട് ഈ പരിസരത്താണ്. അവരെ കാണാതായ ആളുകളുടെ ഇതാണോ ഇത് എന്നറിയില്ല. മാത്രമല്ല തൊട്ടടുത്ത താഴെയാണ് മറ്റൊരു ദിനേശൻ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ടായിരുന്നത്. അവിടെയും 3 പേരെ കാണാനില്ല. ഇത് ആരെങ്കിലും ഒക്കെ ഒരാളാകുമോ ഇത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തത വരേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ തുടരുന്നു. കൂടുതൽ സൈനികരെത്തുന്നു, കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നു. എല്ലാ സംവിധാനങ്ങളും എത്തിക്കൊണ്ടാണ് ഇവിടേക്ക് യന്ത്ര സഹായത്തോടു കൂടിയാകും ഇനി പരിശോധനയിലേക്ക് കടക്കുക എന്നുള്ള സൂചനയാണ് ലഭ്യമാവുന്നത്. അവിടെ ഇപ്പോഴും പ്ലാനിങ് നടക്കുകയാണെന്ന് തോന്നുന്നു. കൃത്യമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചന നടക്കുകയാണെന്ന് തോന്നുന്നു. മാത്രമല്ല പ്രദേശവാസികളെ എത്തിച്ചുകൊണ്ട് കുറച്ചുകൂടി കൃത്യമായ ലൊക്കേഷൻ ആരായുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ രാത്രി അവിടെ പരിശോധനയുടെ രാത്രിയാണ്, തെരച്ചിലിൻ്റെ രാത്രിയാണ്. എല്ലാ സംവിധാനങ്ങളും ചൂരൽമലയിൽ ഉണ്ടായിരുന്ന മെഷീനറീസ് ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇലക്ട്രിക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ടവറായ അസ്ക എന്നറിയപ്പെടുന്ന ലൈറ്റ് ടവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അത് യഥേഷ്ടം വെളിച്ചം പകരാൻ കഴിവുള്ള സംവിധാനമാണ്. വെളിച്ചത്തിന് പ്രശ്നമുണ്ടാകില്ല. ആവശ്യമെങ്കിൽ അവിടെ ഫ്ലഡ് ലൈറ്റുകൾ എത്താൻ പോകുന്നു. അങ്ങനെ അവിടെ സംതിങ് ഈസ് ഗോയിങ് ഓൺ എന്ന് കൃത്യമായി പറയാവുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അത് ഇതിനെ തുടർന്നാണ്, ഈ സിഗ്നലിനെ തുടർന്നാണ്. 3 സിഗ്നലുകൾ കൃത്യമായി തന്നെ കിട്ടി എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് എത്തി എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷകൾക്ക് ജീവൻ വെക്കുകയാണ് എന്ന് പറയാം. അവിടെ കനപ്പെടുന്ന ദൗത്യസംഘത്തിൻ്റെ കൂട്ടങ്ങൾ പോലെ തന്നെ നമ്മുടെ പ്രതീക്ഷയും അങ്ങനെ കനം വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല ഇത് മനുഷ്യരാണ് എന്ന് ഉറപ്പിക്കാനുള്ള യാതൊരു സംഗതി ഇപ്പോഴും നമ്മുടെ നിലവിൽ നമുക്ക് മുന്നിലുള്ളത് ഒരു സിഗ്നലാണ്. ആ സിഗ്നലിൻ്റെ നിറം ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുടെ ഒരു നീല അടയാളമാണ്. അവർ പറയുന്നത് അതൊരു ജീവശ്വാസം, ഒരു ശ്വാസം, ബ്രീത്തിങ്ങിൻ്റെ ഒന്നുകിൽ ചലനം അല്ലെങ്കിൽ ശ്വാസം. ചലനമാണെങ്കിൽ റെഡാണ്, ബ്രീത്തിങ് ആണെങ്കിൽ ബ്ലൂ ആണ്. എത്രത്തോളം നേരിയതാണെങ്കിൽ കൂടിയും ഏതോ ഒരു ജീവൻ, ഒരു വായു ശ്വസിക്കുന്ന, ഓക്സിജൻ ശ്വസിക്കുന്ന ഒരു ഓർഗാനിസം, ഒരു ജീവിവർഗം അതിനുള്ളിൽ ശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ പരമാവധിയാണ്, പ്രതീക്ഷയുടെ അങ്ങേയറ്റമാണ്. അപ്പോൾ എന്താണ് അതെന്ന് സ്ഥിരീകരിക്കേണ്ടത് കേരളത്തിൻ്റെ അനിവാര്യതയാണ്, ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശോധന അവിടെ പുരോഗമിക്കുന്നു. എസ് വിജയകുമാർ കൂടി തുടരുന്നുണ്ട്. വിജയകുമാർ, എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കാര്യം ഇന്നലെയൊക്കെ ഈ സമയത്ത് കോരിച്ചൊരിയുന്ന പെരുമഴ, ഇന്നലെ ഉച്ച മുതൽ തന്നെ കോരിച്ചൊരിയുന്ന പെരുമഴയായിരുന്നു. എത്ര സമയം വരെ ഈ ദൗത്യം നീളും എന്നതിനെക്കുറിച്ച് അറിവുണ്ടോ വിജയകുമാർ? ഈ സംവിധാനമാണ് റഡാർ സംവിധാനം എന്ന് തോന്നുന്നത്. ഈ സംവിധാനം വെച്ചുള്ള പരിശോധനയാണ്. അവിടെ വീണ്ടും റഡാർ പരിശോധന ഉണ്ട്. കുറച്ചുകൂടി ആക്യുറേറ്റ് ലൊക്കേഷൻ കണ്ടെത്താൻ അവിടെ വീണ്ടും റഡാർ പരിശോധനയാണെന്ന് തോന്നുന്നു. ഇത് ഒരു ലാപ്ടോപ്പിലാണ് ഇതിൻ്റെ സിഗ്നൽ കിട്ടുക. ഈ സംവിധാനം അവിടെ ഇരിക്കുമ്പോൾ ലാപ്ടോപ്പിലാണ് അതിൻ്റെ സിഗ്നൽ കിട്ടുക. എന്ന് പറഞ്ഞാൽ വലിയ കോൺക്രീറ്റ് പാളികൾക്കുള്ളിലേക്ക് ഇതിൻ്റെ കടന്നു ചെന്ന്, ഇതിൻ്റെ കിരണങ്ങൾ കടന്നു ചെന്ന് അപ്പുറത്തുള്ള വസ്തു എന്താണ്, അപ്പുറത്തുള്ള വസ്തുവിൻ്റെ ചലനമോ അല്ലെങ്കിൽ ശ്വാസഗതിയോ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു.
അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിക്കുന്നു. ഇപ്പോൾ ഒരു യുദ്ധമേഖലയിലാണെങ്കിൽ ഒരു തീവ്രവാദി ഒരു മതിലിനപ്പുറം ഒരു കെട്ടിടത്തിനകത്ത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ റഡാർ ഇപ്പുറത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മതിലിന് അല്ലെങ്കിൽ ഈ ഭിത്തിക്ക് ഇപ്പുറത്ത് വെച്ചാൽ, ഈ ഭിത്തിക്കിപ്പുറത്ത് നിന്നും ഈ റഡാർ അകത്തിരിക്കുന്ന തീവ്രവാദിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്ന കാര്യം ഈ റഡാർ സംവിധാനം ലാപ്ടോപ്പിലൂടെ അറിയാൻ കഴിയും. അതുവഴി അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന് യുദ്ധമുഖത്തടക്കം ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി ഫാക്ടർ ഉറപ്പായും ഉണ്ട് എന്ന് തന്നെയാണ്. അവർക്ക് ഈ കമ്പനിക്ക് ഈ റഡാർ പ്രവർത്തിച്ചവർക്ക് അവർ കണ്ടെത്തിയ കണ്ടെത്തലിൽ 100% കൺവിക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. അതിന് പ്രകാരമാണ് ഈ പരിശോധന. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഞാൻ ചോദിച്ചത് ഇന്നലെ ഇതേ സമയം പെരുമഴയായിരുന്നു, ഉച്ച മുതൽ മഴയായിരുന്നു. ഇന്ന് ഭാഗ്യവശാൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ദൗത്യം എത്ര വരെ മുന്നോട്ടേക്ക് പോകുമെന്ന് അറിയാൻ കഴിയുമോ വിജയകുമാർ? ഈ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചെറിയ ഒരു വഴി മാത്രമേ ഇവിടേക്കുള്ളൂ. അതിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. ഒന്നിലധികം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു വഴി സജ്ജമാകുന്നേ ഉള്ളൂ. വലിയ ആൾക്കൂട്ടം കൂടി അവിടെയുണ്ട്. കാരണം ആൾക്കൂട്ടം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ വിവരം അറിഞ്ഞിവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകര്, രക്ഷാപ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ദൗത്യത്തിൽ ഭാഗമാകേണ്ടതുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നിലധികം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിസൾട്ട് ഉണ്ടാകേണ്ട തരത്തിലാണ്. അപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ. അതൊക്കെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിശോധനാ ഫലം, ഈ റഡാർ പരിശോധനാ ഫലം അത് വളരെ കൃത്യമാർന്നതാണ്. അതൊരു പോയിന്റിൽ തന്നെ 3 തവണ ഒരേ തരത്തിലുള്ള സിഗ്നൽ കാണിച്ചു. ഒരേ ലെങ്തിലാണ് അതുള്ളത്, ഒരേ സ്പോട്ടിലാണുള്ളത്. അപ്പോൾ അത് ഉറപ്പായും അവിടെ എന്തോ ഒന്നുണ്ട്, അതൊരു ജീവവസ്തുവാണ് എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുന്ന ആളുകളെ കാണാതായി എന്ന വലിയ പരാതി ഉയർന്ന, അല്ലെങ്കിൽ അങ്ങനെ വിഷമം പിടിച്ച ഒരു ഘട്ടത്തിൽ അങ്ങനെ ആളുകളെ കാണാതായി എന്ന സൂചനയുള്ള ഒരു വീടിന്റെ ഒരു ഭാഗത്താണ് ഈ നടത്തിയത്. അപ്പോൾ അതിലൊരു വ്യക്തത വെക്കാതെ നമുക്ക് ഈ രാത്രി ഉറങ്ങാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവവസ്തു അതിന്റെ നിശ്വാസം മണ്ണിനടിയിൽ, ഒരു സ്ലാബിനടിയിൽ, അല്ലെങ്കിൽ ഒരു മൺകൂമ്പാരത്തിനടിയിൽ, ഒരു പാറക്കട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരയാതെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കുകയാണ് നമ്മളിവിടെ. എല്ലാവരും ഇവിടേക്ക് എത്തുകയാണ്. അത് എന്താണെന്ന് അറിയാം. ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ അതിന്റെ ഇപ്പൊ മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. ആംബുലൻസുകളടക്കം ചൂരൽമലയിൽ നിന്ന് ഉടൻ ഇവിടെ എത്തും എന്നാണ് അറിയുന്നത്. ആർമിയുടെ ആംബുലൻസോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസോ പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ ആംബുലൻസോ ഒക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇവിടേക്ക് എത്താൻ അവിടെ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് ഒരുക്കിക്കൊണ്ടുവന്ന് ഇവിടെ സജ്ജമാക്കുകയാണ്. അതാണ് ഈ രാത്രി ഈ ദൗത്യം നമ്മൾ കാണുന്നത്.